ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ളൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ്. ഒരു ഫസ്റ്റ് കിച്ചനും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും ഉൾപ്പെട്ടതാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതാ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ഭംഗിയായിട്ടാണ് വീട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കിച്ചനും നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ നല്ല ഭംഗിയായിട്ടുമാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇത് ഒരു ഡോറ് തുറന്നാൽ നമ്മളൊരു സിറ്റിംഗ് റൂമിലോട്ടൊരു ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നാണ് സെൻട്രൽ ഹാളിലോട്ട് ഉള്ള ആ ഒരു പാസേജ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഹാൾ വരുന്നത്. ഇവിടെ നിന്നാണ് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോർണറിൽ കാണുന്ന ഡോറാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് വരുന്നത്. ഇവിടെ ബെഡ്റൂമുകൾക്കും കിച്ചനൊക്കെ ഒരേ പാറ്റേണിലുള്ള ഡോർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചൻ്റെ വിശദമായ വീഡിയോ കണ്ടു നോക്കാം. കിച്ചൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ഐലൻഡ് കിച്ചൻ മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ അവിടെ ഇവർ സ്റ്റൗ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ടേബിളിൻ്റെ ആ ഒരു സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഐലൻഡ് കിച്ചണിൽ കാണുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ കളർ തീം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് കളർ തീം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ക്യാബിനറ്റുകൾക്കൊക്കെ. പിന്നെ ഒരു വുഡൻ ആണ് അതിൻ്റെ കൂടെ ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. വുഡൻ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ടൈലാണ് കേട്ടോ ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ഡോറ് കാണുന്നത് പുറത്തോട്ടുള്ള ഡോറാണ്. പിന്നെ അതാ വിറകടുപ്പ് ഈ ഒരു കിച്ചണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വിറകടുപ്പ് വരുന്നത്. നമ്മൾ നോർമൽ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലെല്ലാം വൈറ്റ് ടൈലാണ് വാളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ കിച്ചനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവും സിങ്കും എല്ലാം വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാലും കൂടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത് കിച്ചൺ കാണിക്കൽ കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ അതാ ഇവിടെയാണ് സിങ്ക്, ഒരു ഡബിൾ ബൗൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. പിന്നെ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ടൈലാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നത്. നല്ല ഭംഗിയിലുള്ള കിച്ചൺ ആക്സസറീസും ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു വെറൈറ്റി പീസുകളാണ് കേട്ടോ കിച്ചൺ ആക്സസറീസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി പീസുകളൊക്കെ ഇവർ ഐക്കേന്നും അതുപോലെ മലപ്പുറത്തുള്ള കൈൽ ക്രോക്കറി ഉണ്ടല്ലോ, മലപ്പുറത്തും കോഴിക്കോടും ഉണ്ട് കൈൽ ക്രോക്കറി, അതിൽ നിന്നൊക്കെയാണ് കേട്ടോ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്, വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 349/405 ഈ ഒരു ഐലൻഡ് കിച്ചനൊക്കെ വരുന്ന ഭാഗം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു വിറകടുപ്പൊക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വരുന്നത് 250/300 ആണ്. അങ്ങനെയാണ് ഈ ഒരു മെയിൻ കിച്ചൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മുകളിലും നിറയെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും സ്ഥിരം എടുക്കാത്ത പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ കഴിയും മുകളിലാവുമ്പോൾ. പിന്നെ താഴെയും നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഐലൻഡ് കിച്ചൻ്റെ താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോറേജ്. അതുപോലെ കൗണ്ടർ ടോപ്പ് വരുന്ന അതിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു കിച്ചൺ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഫ്ലോറിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡോറ് കാണുന്നില്ലേ, കിച്ചണിലോട്ട് വരുന്ന ഡോറിൻ്റെ അടുത്ത് തന്നെ അത് സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റോർ റൂമും കൂടെ ഇവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷെൽഫിൻ്റെ ഏറ്റവും ഈ അറ്റത്ത് കണ്ടില്ലേ, ഇത് ടോൾ യൂണിറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഒരുപാട് സാധനങ്ങൾ വെക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ രണ്ട് വശത്തും ഡോറിലും ഉള്ളിലും എല്ലാം ഇത് കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു ടോൾ യൂണിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിലൊക്കെ എപ്പോഴും വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു നനവൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ മൾട്ടിവുഡൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് എപ്പോഴും.
മൾട്ടിവുഡിൽ അക്രിലിക് ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു വർക്കുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു കോർണർ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വെറൈറ്റി പീസുകൾ വെച്ചിട്ട് ആണ് ആ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെയാണ് ഹോബും ചിമ്മിനിയും വരുന്നത്. പിന്നെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് സ്റ്റോറേജുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് കണ്ടില്ലേ, ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോറേജുകളും കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജുകൾ മാത്രമല്ല, അവിടെയൊക്കെ ഇങ്ങനെ നല്ല വെറൈറ്റി ക്രോക്കറി ഐറ്റംസ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട്ലറി യൂണിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവർക്ക് ഇതിൻ്റെ ഉൾവശമൊന്നും ഫുള്ളായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വീട് ഇരുന്നിട്ട് അധിക ദിവസമായിട്ടില്ല കേട്ടോ. ആകെ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പിന്നെ ഇവരാണെങ്കിൽ നാട്ടിൽ നിൽക്കുന്നുമില്ല, വളരെ കുറഞ്ഞ ദിവസത്തെ ലീവിന് വന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഈ ഒരു കൗണ്ടറിൻ്റെ താഴ്ഭാഗത്തും നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവർ സിങ്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകുന്ന പാത്രങ്ങളൊക്കെ അങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നല്ല ഫെസിലിറ്റി തന്നെയാണ് ഇതിൻ്റെ താഴ്ഭാഗവും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വീടിൻ്റെ ആ ഒരു വീഡിയോ കാണിക്കുന്ന ഭാഗത്ത് കിച്ചൺ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അപ്പോൾ ലാസ്റ്റ് ഭാഗമാകുമ്പോൾ ആ ഒരു സമയത്തേക്കൊക്കെ പലരും കിച്ചന് സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് കേട്ടോ കിച്ചൺ മാത്രമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഡോറാണ് കേട്ടോ വർക്ക് ഏരിയയുടെ ഡോറ് വരുന്നത്. അപ്പം നമുക്കത് കാണാം. അതിന് മുമ്പേ സ്റ്റോർ റൂം ഒന്ന് കാണിക്കാം. സ്റ്റോർ റൂമിൻ്റെ ഡോർ ഇതാ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ സ്റ്റോർ റൂമാണെങ്കിലും നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 3 തട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ്, നല്ല നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ പൊതുവേ എല്ലാവരും ചോദിക്കാറുണ്ട് ഫസ്റ്റ് കിച്ചനും വർക്ക് ഏരിയയൊക്കെ വരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്, എന്നാൽ വർക്ക് ഏരിയ മാത്രം പോരെ എന്നൊക്കെ. കാരണം പാചകം കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിലാവുമ്പോൾ വെറുതെ ഷോക്ക് വേണ്ടി മാത്രം എന്തിനാണ് അങ്ങനെ ഒരു കിച്ചൺ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ അപവാദങ്ങൾക്കൊക്കെ ഒരു മറുപടിയാണ് കേട്ടോ ഈ ഒരു കിച്ചൺ. കാരണം വിറകടുപ്പാണെങ്കിലും ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ഒരു കിച്ചൺ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ വർക്ക് ഏരിയ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും 2 വശത്തും ഇങ്ങനെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും നല്ല കൗണ്ടർ ടോപ്പും അതിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പാണ്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് ഗ്രിൽസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം വലിയൊരു സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. മുകളിൽ ഇങ്ങനെ ഒരു റാക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഒരു തെർമോക്കോൾ പ്രസ്സിങ് വരുന്നൊരു ഷീറ്റ് ഉണ്ടല്ലോ, ഒരു ഷീറ്റാണ്. ചൂടൊക്കെ കുറക്കാൻ പറ്റുന്ന, നമ്മൾ മഴയൊക്കെ പെയ്താൽ സൗണ്ടൊക്കെ കുറച്ച് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് കേട്ടോ അത്.
പിന്നെ ഇവിടെയും ഈ ഒരു ഫ്ലോറിൽ വരുന്നത് ടൈലാണ് കേട്ടോ. ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടോട്ട് ഇങ്ങനെ ഒരു ഗ്രിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വീടിൻ്റെ ബാക്ക് വശത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറാണത്. അത് ഗ്രിൽ ഡോറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത ആ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അങ്ങനെ ഉള്ളി സംഭവങ്ങളൊക്കെ, അതൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തുള്ള ചില ഷെൽഫുകൾ മാത്രം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലത് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും. പിന്നെ ഇവിടെ സിങ്ക് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇവർ ഫുഡ് കഴിക്കാറുണ്ട്. ഇവിടെ ഒരു ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ. അപ്പോൾ സിങ്ക് വരുന്നതുകൊണ്ട് തന്നെ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഏരിയയുടെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ നാട്ടിൽ നിൽക്കാത്ത ആളുകളായതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ സെറ്റിങ്സ് ഒന്നും ചെയ്യാത്തത്. ഫസ്റ്റ് കിച്ചണിൽ നിന്നും പുറത്തോട്ടുള്ള ഡോറാണ് കേട്ടോ ഇത് വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തോട്ടാണ് വരുന്നത്. അങ്ങോട്ടേക്ക് ഫ്രണ്ട് സൈഡും ഈ ഒരു ഭാഗത്തോട്ട് ബാക്ക് സൈഡുമാണ് വരുന്നത്. കിണറൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല സൗകര്യപ്രദമായിട്ടും മനോഹരമായിട്ടും ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വർക്ക് ഏരിയയുടെ സൈസ് അറിയേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.